ശരാശരി മാനസികാരോഗ്യമുള്ള എല്ലാ കുട്ടികളിലും ചെറിയ തോതിലെങ്കിലും വികൃതി ഉണ്ടാവും. പക്ഷേ ആ വികൃതി നിങ്ങൾക്ക് അരോചകമായോ അല്ലെങ്കിൽ അസഹനീയമായോ തോന്നുന്നുണ്ടെങ്കിൽ അവൻ്റെ സ്കൂൾ വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ അവൻ്റെ സ്കൂൾ വിദ്യാഭ്യാസത്തിൽ ഏതെങ്കിലും രീതിയിൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ടെങ്കിൽ, മറ്റുള്ള കുട്ടികൾക്ക് ഉപദ്രവകരമായി തീരുന്നുണ്ടെങ്കിൽ ഉറപ്പായും ഒരു മാനസികാരോഗ്യ വിദഗ്ധനെ കാണിക്കേണ്ടതാണ്. കാരണം ഇത് ADHD എന്ന് പറയുന്ന അല്ലെങ്കിൽ അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ എന്ന് പറയുന്ന ഒരു സ്വഭാവ വൈകല്യമാകാൻ സാധ്യതയുണ്ട്. ഇതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടിക്കൊന്നിനും അടങ്ങിയിരിക്കാൻ പറ്റാതെ വരിക, ഹൈപ്പർ ആക്റ്റീവായിട്ട് അവൻ പെരുമാറുക. രണ്ടാമത്തെ ലക്ഷണം എന്ന് പറഞ്ഞാൽ ക്ലാസ്സിൽ ശ്രദ്ധിച്ചിരിക്കാൻ പറ്റാതെ വരിക. ക്ലാസ്സിൽ മാത്രമല്ല, നമ്മൾ പറയുന്ന കാര്യങ്ങൾ പോലും അവന് പ്രോപ്പറായിട്ട് ആ കുട്ടിക്ക് കേൾക്കാൻ ശ്രദ്ധിച്ചിരിക്കാൻ പറ്റാതെ വരിക. മൂന്നാമത്തെ പ്രധാന ലക്ഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാര്യം പൂർത്തിയാക്കാതെ മറ്റൊന്നിലേക്ക് ഇങ്ങനെ എടുത്തിയാടി പോവുക. സോ ഈ പറയുന്ന ലക്ഷണങ്ങളെല്ലാം മുതിർന്നവരിലും ഉണ്ട് കേട്ടോ. അപ്പോൾ ആ മുതിർന്നവരിലും കുട്ടികളിലും ഒരേപോലെ കാണുന്നൊരു പ്രശ്നമാണിത്. ഇത് മരുന്നിൻ്റെ സഹായത്തോടു കൂടിയും അതോടൊപ്പം തന്നെ തെറാപ്പിയുടെ സഹായത്തോടു കൂടിയും പരിപൂർണമായും ചികിത്സിച്ച് ഭേദമാക്കാൻ കഴിയുന്ന ഒന്നാണ്.